إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിം സൊസൈറ്റിയിലെ കക്ഷിത്വത്തിനും ഫിർഖത്തിനുമുള്ള അടിസ്ഥാനപരമായ കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരു സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ എല്ലാവരും ഖുർആനും സുന്നത്തുമാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കേണ്ടത്? അതിന് സഹാബത്തിന്റെ മാർഗം അവലംബിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി കേട്ടത് അവരാണ്. അതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ് അള്ളാഹുവാണ്. ആ വ്യാഖ്യാനം അള്ളാഹു ഖുർആനിൽ തന്നെ മൊത്തത്തിൽ പറഞ്ഞതിനെ വിശദമായി പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു വന്നത്. ഇനി പരിശുദ്ധ ഖുർആനിൽ വ്യാഖ്യാനം ഇല്ലാത്തത് നാം എങ്ങനെ മനസ്സിലാക്കണം? അതല്ലെങ്കിൽ അതിൻ്റെ രൂപം, അതല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന പ്രാവർത്തികമായ അത് എങ്ങനെ നടപ്പിൽ വരുത്തണം എന്നുള്ളത് ഒരു ഇബാദത്ത് ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അത് എവിടെ നിന്ന് മനസ്സിലാക്കണം? അവിടെയാണ് തഫ്സീറുൽ ഖുർആൻ ബിസ്സുന്നത്തി സഹീഹ,
ഖുർആനിന്റെ രണ്ടാമത്തെ വ്യാഖ്യാതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ള ഈ ആയത്തിനെ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ അതുപോലെ നമ്മൾ അവിടെ നിൽക്കുക. നമ്മൾ അപ്പുറവും ഇപ്പുറവും കടക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്തിന് എന്ത് വ്യാഖ്യാന വിശദീകരണം പറഞ്ഞുവോ അത് മാത്രം പറയുക. അവിടെ ഭാഷക്കോ അതല്ലെങ്കിൽ നമ്മുടെ യുക്തിക്കോ അതല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ യാതൊരു സ്ഥാനവുമില്ല. അതാണ് ഖുർആനിനെ സുന്നത്ത് കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്. കാരണം അത് വ്യാഖ്യാനിക്കേണ്ട ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ള അത് വ്യാഖ്യാനിക്കുന്നത് തന്നിഷ്ടപ്രകാരമല്ല. മുഹമ്മദ് നബി ഖുർആൻ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി അനുഷ്ഠിച്ചു ആചരിപ്പിക്കുന്നത് തന്നിഷ്ടപ്രകാരമല്ല. സൂറത്തു നജ്മിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല റസൂലുള്ളാഹ്. ഇല്ലാ വഹ്യുൻ യൂഹാ, ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഖുർആനിലെ ഒരു ആയത്തിന് റസൂലുള്ള വ്യാഖ്യാനിച്ചു പറഞ്ഞെങ്കിൽ അത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. തന്നെയുമല്ല, അത് നടപ്പിലാക്കി കാണിച്ചു തരുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹ് ഏൽപ്പിച്ചത്. അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്. 43-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് എന്താ? അമ്പിയാക്കന്മാർ അഥവാ മുർസലുകളായി ഞാൻ അയച്ചിരിക്കുന്നത് പുരുഷന്മാരെ മാത്രമാണ്. അവർക്കാണ് നമ്മൾ വഹി നൽകിയത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങളെ മുമ്പിലുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട് ചോദിക്കുക. നിങ്ങൾക്ക് തെളിവുകളും ഏടുകളും അറിയില്ലെങ്കിൽ. എന്നിട്ട് മുഹമ്മദ് നബിയോട് അള്ളാഹു പറയുന്നു, വ അൻസൽനാ ഇലൈക, നിനക്ക് നമ്മൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അൽ-ദിക്റ, ഈ ദിക്റാകുന്ന ഖുർആനിനെ, ലിതുബയ്യിന, നീ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി, ലിന്നാസി, ജനങ്ങൾക്ക്, മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ നീയാണ് വിവരിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയും. അപ്പോ ആ ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചത് ഏതെങ്കിലും ഒരു സംഘടനയെ അല്ല, ഒരു പണ്ഡിതനെ അല്ല, ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ല. ആരെയാ ഏൽപ്പിച്ചത്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ഇവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ സിക്ർ എന്ന് പറയുന്ന ഖുർആൻ നീയാണ് വിവരിച്ചു കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു നബിയെ ഏൽപ്പിച്ചു. നബി ആ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു. റസൂലുള്ളാഹ് ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുക ചെയ്തത്. വാടാ ഖുർആനായിട്ട് വാ, ഓതിയേ, ആ കറക്റ്റാണ്, പോടി. അടുത്ത ആൾ വാ, ആ ഓതിയേ, കറക്റ്റാണ്, പോടി. ഇതാണ് റസൂൽ ചെയ്തത്. റസൂലുള്ളാഹിന്റെ പണി അതായിരുന്നു. മുഹമ്മദ് നബിയുടെ ഡ്യൂട്ടി. എന്തായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ഡ്യൂട്ടി? ഓത്ത് പഠിപ്പിക്കുന്നതിനോട് കൂടി യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അതായിരുന്നു റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി. യത്ലു അലൈഹിം, നേരത്തെ പറഞ്ഞ മാതിരി ഓതി പഠിപ്പിക്കും. വയുസക്കീഹിം, അവർക്ക് ആത്മസംസ്കരണമുള്ളവരാക്കി, തസ്കിയത്തുള്ളവരാക്കി മാറ്റും. വയുഅല്ലിമുഹുൽ കിതാബ, ഈ കിതാബ് അവരെ പഠിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓതാൻ പഠിപ്പിക്കുന്നല്ല, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ വ്യാഖ്യാനം, അത് എങ്ങനെ പ്രാവർത്തികമാക്കണം, അതിലെ ഇബാദത്തുകളുടെ കൈഫിയത്ത് എങ്ങനെയാണ്,
ഇത്യാദി കാര്യങ്ങൾ ആ റസൂലുള്ള അവരെ പഠിപ്പിച്ചു കൊടുത്തു. ആള് മനസ്സിലാക്കിയ എന്താ? നല്ല ഓത്ത് പഠിപ്പിച്ച് വിട്ടതാന്ന് റസൂൽ അല്ല. അങ്ങനെയാണെങ്കിൽ യത്തുലു അലൈഹി എന്ന് പറഞ്ഞാൽ പോരെ? വയുഅല്ലിമുഹുൽ കിതാബ എന്ന് പറയണം. ഖുർആൻ അൽ കിതാബ് പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മ നബിചര്യ. ഹിക്മത്തിന് നബിചര്യ എന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിനെ നബിചര്യ കൊണ്ട് വ്യാഖ്യാനിക്കണം. കാരണം റസൂലുള്ളാഹി അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്, സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ സലഫ് മെന്നജ് അനുസരിക്കണം എന്ന് പറയാൻ കാരണം. തുടക്കത്തിൽ ഒരു ഉദാഹരണം പറയാ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിലാണ് വുളൂ ഫർളാക്കിയ ആയത്ത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സമുദായത്തിൽ കക്ഷിത്വം ഇല്ലാതിരിക്കാൻ ഈ വഴി അവലംബിക്കണം. അതിനാണ് ഈ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. കുറെ അങ്ങനെ കുറെ ഇങ്ങനെ ഓനും പറയുന്ന ഖുർആൻ, ഇവനും പറയുന്ന ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെ നിൽക്കണമെന്ന് അറിയാതെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതാണ് സത്യം എന്ന് അറിയുവാൻ മനസ്സിൽ ആഗ്രഹമുള്ളവനുണ്ടെങ്കിൽ അവന് ഇത് ഉപകാരപ്പെടും. കാരണം സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ വുളൂ ഫർളാക്കിയ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അതാണ് ആ ഭാഗം. ഇതിൽ വിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കാമെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം, നിങ്ങളെ കൈകൾ മുട്ടുവരെ കഴുകണം, നിങ്ങളെ തലകൾ തടവണം, നെരിയാണി വരെ നിങ്ങളെ കാലുകളും കഴുകണം, കാൽപാദങ്ങൾ കഴുകണം. ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോ വുളൂവിന്റെ 4 ഫർളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ആർക്കാ അവതരിപ്പിക്കപ്പെട്ടത്? റസൂലുള്ളാഹി. റസൂൽ പറഞ്ഞതെന്നാ? അതിന് വായിച്ചു പഠിച്ച് മനസ്സിലാക്കി നിങ്ങളാണ്ട് നടപ്പിൽ വരുത്തിക്കോന്നാ? അല്ല. ഇത് എങ്ങനെ ഈ അംഗശുദ്ധി വരുത്തുക എന്നുള്ള ഈ കാര്യം എങ്ങനെയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിപ്പിച്ചു. അതിലെന്തുണ്ട്? നിയ്യത്ത് വേണം, പിന്നെ മുൻകൈ കഴുകണം, വായിൽ വെള്ളം കൊപ്പിളിക്കണം, മൂക്ക് പിഴിയണം, പിന്നെ മുഖം കഴുകണം, പിന്നെ ഈ പറഞ്ഞ കൈ കഴുകണം, പിന്നെ തലകൾ തടവണം, പിന്നെ കാലുകൾ കഴുകണം, തല തടവുന്നതിനോട് കൂടെ ചെവിയും തടവണം. ഇതല്ലേ എവിടെ കിടക്കുന്നത്? ഇതിന്റെ ബാക്കിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാവർത്തിക രൂപത്തിലാണ്. അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ വുളൂഇന്റെ സമ്പൂർണമായ രീതി ഒരുത്തൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് അവൻ മടങ്ങൽ നിർബന്ധമാണ്. അതിന്റെ വ്യാഖ്യാനമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. ഇപ്പോ വംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ തലകൾ തടവണം. എങ്ങനെ തലടവണ്ട്? എങ്ങനെ തലടവണ്ട്? ആരാ അത് പഠിപ്പിക്കണ്ടേ? തല തടവേണ്ട രൂപം അല്ലേ? 3 തോണ്ടലല്ലേ? ആരാണ് ഈ തല തടവുക നിങ്ങൾ എന്ന രൂപം നമ്മളെ പഠിപ്പിക്കുന്നത്? ആരാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണത്? ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബദഅ ബിമുഖദ്ദമി റഅസിഹി, 2 കൈയും തലയുടെ മുൻഭാഗത്ത് വെച്ചു. അങ്ങനെ ആ കൈകൾ പിരടി വരെ കൊണ്ടുപോയി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. സുമ്മ റദ്ദഹുമാ യൽ മക്കാനില്ലദീ ബദഅ. ഇങ്ങനെയാണോ കേരളത്തിലെ എല്ലാ മുസ്ലിമും തലടവുന്നത്? ഇങ്ങനെയാണോ? എന്തേ കാരണം? അള്ളാന്റെ റസൂൽ ഒളു എടുക്കുമ്പോൾ തല തടവിയത് എങ്ങനെ? ആ തല തടവാൻ വരെ ഭാഗ്യം ലഭിക്കാത്തവനാണ് കേരളത്തിലെ ഭൂരിപക്ഷം മാപ്പിളയും. മാപ്പിള എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ആണോ? അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഞാൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നവനാണ്. ഞാൻ 10,000 സലാത്തില്ലെന്നോനാണ്. ആ റസൂൽ തല തടവിയ പോലെ വുളൂഇൽ നീ തല തടവിയ ഇല്ല. പിന്നെ എങ്ങനെ നബിയെ സ്നേഹിക്കൽ?
ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ തല എങ്ങനെ കൃത്യമായിട്ട് നേരെ ഒറ്റ പ്രാവശ്യം, അത്രേ ഉള്ളൂ. വംസഹു ബിറൂസിക്കും എന്നത് അള്ളാഹുവിന്റെ റസൂല് പ്രാവർത്തികമായി കാണിച്ചു തന്നത് അങ്ങനെയാണ്. കൂടെ ചെവിയും തടവുക. ഇതാരാ കണ്ടത്? റസൂൽ ഇങ്ങനെ ചെയ്യുന്നത് ആരാ കണ്ടിട്ടുണ്ടാവുക? നമ്മളാരുമല്ല. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സഹാബി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. ഒരു കണ്ടാ പോരെ? നമ്മൾ നാട്ടിലെ മൊയ്യന്മാർ തന്നെ കാണണം. ഇവര് കണ്ടാ പോരെ? മതിയാ? റസൂലുള്ള ഒളു ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെയാന്ന് കണ്ടതെന്ന് അവര് പറഞ്ഞാ പോരെ? ഏയ് പോരാ, നമ്മൾ ഇമാം പറയണം. അവിടെയാണ് കക്ഷിത്വം, അവിടെയാണ് ഫിർഖത്ത്, അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ യഥാർത്ഥ വഴിയിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോയത്. ഇപ്പൊ തിരിഞ്ഞ അതെന്തിനെ പറഞ്ഞ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ റസൂലുള്ളാഹിന്റെ വുളൂഇന്റെ യഥാർത്ഥ രൂപം പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായി എങ്ങനെയാണ് എന്ന് ഞാൻ റസൂൽ വുളൂ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസുകൾ ഡസക്കണക്കായിട്ടുണ്ട്. ഒരു ഹദീസല്ല, ഡസക്കണക്കായ ഹദീസുകളുണ്ട്. പക്ഷേ ഉസ്താദ്, നിങ്ങളെ ഹദീസൊന്നും നമ്മൾക്ക് ബാധകമല്ല. നമ്മൾക്ക് നമ്മളെ നാട്ടിൽ ആരാ പറഞ്ഞെന്ന് വെച്ചാൽ അതേ നടക്കൂ. ഏട്ടിൽ എന്തായാലും തിരക്കല്ല, നാട്ടിൽ എന്താന്ന് വെച്ചാൽ അതേ നടക്കൂ. അതാ ഞാൻ പറയുന്നത്. ഈ ഖുർആൻ റസൂലുള്ള എങ്ങനെ ചെയ്ത് പ്രാവർത്തികമാക്കി നമുക്ക് പഠിപ്പിക്കുന്നു. അത് ചെയ്ത തർക്കം കഴിഞ്ഞു. സഹാബത്ത് അങ്ങനെയാണ്, താബിഈകൾ അങ്ങനെയാണ്. അത് എഴുതി വെക്കപ്പെട്ട് കൃത്യമായ തെളിവും രേഖയും അങ്ങനെയാണ്. സ്വഹീഹ ഹദീസിലും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ആരെ പിന്നാലെ പോകേണ്ടത്? ഇത് വിട്ടുകൊണ്ട് നമ്മൾ പിന്നെ ആരെ പിൻപറ്റണം? അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിലേ പറയാനുള്ള കാരണം. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിയെ സ്നേഹിക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവൻ, അവൻ റസൂൽ ഒന്നുകൊടുത്ത പോലെ ഒന്നുകൊടുക്കാൻ വാശി പിടിക്കണം. റസൂൽ നമസ്കരിച്ച പോലെ നമസ്കരിക്കാൻ വാശി പിടിക്കണം. റസൂൽ ഹജ്ജ് ചെയ്ത പോലെ ഹജ്ജ് ചെയ്യാൻ അവൻ വാശി പിടിക്കണം. വാശി അവിടെ വേണ്ടേ. അല്ലാണ്ട് റസൂൽ ചെയ്യാത്ത കാര്യം ചെയ്തിങ്ങേറ്റ് സെലഫികളോട് വാശി പിടിക്കല്ല വേണ്ടത്. റസൂൽ ചെയ്തതിലേ ഞാൻ ചെയ്യൂ എന്ന വാശിയാണ് ഉണ്ടാവേണ്ടത് എന്ന് അർത്ഥം. ഇതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതിലിടക്കുള്ള ചില പ്രത്യേക പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും തഹ്ലീലുകളും തസ്ബീഹുകളും കൂടിയതാണ് നമസ്കാരം. അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അഖീമുസ് സ്വലാത്ത യുഖീമൂന സ്വലാത്ത എന്നിങ്ങനെയുള്ള അസ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, റുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, സുജൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങണം, സലാം കൊണ്ട് അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് നമസ്കാരത്തിന്റെ രൂപം. ഇത് പറയുമ്പോൾ പറയും, എന്ത് ഖുർആൻ തന്നെ പോരെ നമുക്ക്? അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഖുർആൻ തന്നെ പോരെ, എന്തിനാണ് സുന്നത്ത്? അതെന്തിനാണെന്ന് അറിയങ്ങൾ? ഖുർആനെയും കൂടി നിഷേധിക്കാനാണ്. കാരണം ഹദീസ് ഇല്ലാണ്ട് ദീൻ പൂർത്തിയാവൂല, പരിശുദ്ധ സുന്നത്തില്ലാണ്ട് മതം പൂർത്തിയാകയില്ല. അപ്പൊ മതം പൊളിക്കാൻ വേണ്ടിയാണ് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ മാത്രം മതി പറയുന്ന മതത്തിനോട് താല്പര്യമുള്ള ആളല്ല, അവൻ മതം താല്പര്യമുള്ള ആളല്ല, ഇഷ്ടമുള്ള ആളല്ല, അവൻ മതം പൊളിക്കുന്ന ആളാണ്. കാരണം എന്താ? സുന്നത്തോട് കൂടെ ഖുർആൻ പൂർത്തിയാവുകയുള്ളൂ, മതം പൂർത്തിയാവുകയുള്ളൂ. അതങ്ങനെയാണ് റസൂലുള്ളാഹ് ഇതെല്ലാം പറയുന്ന കേട്ട ഇവർ നാലാക്കാണ്ട് ഇറക്കപ്പെട്ടെന്ന് തോന്നുന്നു. റസൂലുള്ളാഹാണ് കേട്ടത്, സഹാബത്താണ്. അത് റിപ്പോർട്ട് ചെയ്തത് അവരാണ്. ആക്ഷേപനിരതമായ വഴിയിലൂടെ സ്വഹീഹായ സനദിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
അപ്പൊ അഖീമു സ്വലാത്ത വആതു സക്കാത്ത. അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വലാത്തു ദുആഇ, പ്രാർത്ഥന എന്ന വാക്കർത്ഥം. സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിന്റെ മുകളിൽ കയറി. കണ്ട, ഈ സലാത്ത് എന്നുള്ളത് റസൂലുള്ള മിമ്പറിന്റെ മുകളിൽ കയറി പഠിപ്പിക്കാന്ന്. മിമ്പറിന്റെ മുകളിൽ കയറി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, പിന്നെ റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്യാൻ സമയം താഴെ ഇറങ്ങി സുജൂദ് ചെയ്തു, സുജൂദ് കഴിഞ്ഞ് പിന്നെയും കയറി. അങ്ങനെ ആ നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത്, അവിടെ കൂടിയിരിക്കുന്ന സഹാബത്തിനോട് പറയുകയാണ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നമാ സനഅതു ഹാദാ, ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ എൻ്റെ നമസ്കാരം കണ്ടു പഠിക്കുവാനും എന്നെ പിൻപറ്റുവാനും വേണ്ടിയാണ്. ആര്? അന്ന് സ്വഹാബത്ത്, താബിഉകള്, തബഉ താബിഉകള്, പിന്നീട് ഇലാ യൗമിൽ ഖിയാമ വരെയുള്ള നമസ്കരിക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിന്റെ മുകളിൽ വെച്ച് എങ്ങനെ നമസ്കാരം പഠിപ്പിച്ചോ അതേ ക്രമത്തിലേ നമസ്കരിക്കാൻ പാടുള്ളൂ. നമുക്ക് തോന്നും പോലെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ, നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞ പോലെ, നമ്മളെ മദ്ഹബ് പറഞ്ഞ പോലെ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ സ്വലാത്ത് പഠിപ്പിച്ചോ അങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ. എത്രത്തോളം? കൈ ഉയർത്തുന്നത് വരെ. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തേണ്ടത് ഒന്നുകിൽ ചുമലിന്റെ അതിർത്തി, രണ്ട് ഇത്ര. ചില കാണാം അങ്ങനെ ആക്കുന്നത്. നമസ്കാരം അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. ആരെയും പറഞ്ഞു അത് നിന്റെ വകയാന്ന്, അത് നിന്റെ തക്ബീറത്തുൽ ഇഹ്റാം. അള്ളാഹുവിന്റെ റസൂൽ ദാ ഈ രണ്ട് കൈകളും ഖിബ്ലയിലേക്ക് ഇങ്ങനെ, ഒന്നുകിൽ ഈ അതിർത്തി വരെ, അല്ല ചെവിയുടെ അതിർത്തി വരെ. അല്ലാഹു അക്ബർ. അലാ സദ്രിഹി, അലാ സദ്രിഹി. അത് പറയുമ്പോൾ പറയും, അത് എടോ, അത് ഈ സലഫിക്കാർ ചെയ്യുന്ന നെഞ്ചിന്റെ മേലെ കൈവെക്കുക. ആ സലഫിക്കാരാന്ന് റസൂലുള്ളാഹിന്റെ ആൾക്കാർ. അലാ സദ്രിഹി. അപ്പൊ ആ പഠിപ്പിച്ച സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് എങ്ങനെയുണ്ടോ അതനുസരിച്ച് തന്നെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്ന നിങ്ങൾ കണ്ടത് അതുപോലെ ഞങ്ങൾ നിസ്കരിക്കേണ്ടത്. അപ്രകാരമാണ് നമസ്കരിക്കേണ്ടത്. അപ്പൊ അഖീമു സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്ന സ്വലാത്ത്, അതിന്റെ രൂപം, അതിന്റെ കൈഫിയത്ത്, അത് എങ്ങനെ നിർവഹിക്കണം എന്നത് റസൂലുള്ള പഠിപ്പിക്കുന്നു. അപ്പൊ അവിടെ സുന്നത്തിന്റെ പ്രാധാന്യം. ഇനി സക്കാത്തോ? സക്കാത്ത് അങ്ങനെ തന്നെ. സക്കാത്ത് നിസാബ്, അതിന്റെ സക്കാത്ത് നിർബന്ധമാകുന്ന അതിന്റെ കണക്ക്, എത്ര ശതമാനമാണ്, ഏതെല്ലാം വസ്തുക്കൾക്കാണ്, വർഷം തികയണോ തികയണ്ട, ഈ കാര്യങ്ങളെല്ലാം കിടക്കുന്നത് നബിചര്യയിലാണ്. വആതു സക്കാത്ത്. അടുത്തത് ഹജ്ജ്. സഹാബത്തിനെ വിളിച്ചു കൂടുക, ഖുദു അന്നി മനാസിക്കക്കും, എൻ്റെ കൂടെ ഹജ്ജിന് വന്ന സഹാബത്തെ ഞാനിത് ഹജ്ജ് ചെയ്യാൻ പോവാണ്, കണ്ടുപഠിച്ചോ. ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കണം. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉള്ള വന്ന് അവിടെ തന്നെ നിൽക്കണം. ഞാൻ എവിടെ അന്തി ഉറങ്ങിയോ അവിടെ തന്നെ നിങ്ങൾ അന്തി ഉറങ്ങണം. ഞാൻ എവിടുന്ന് ജമ്മും കസ്റുമാക്കി നമസ്കരിച്ചോ അവിടെ ജമ്മും കസ്റുമാക്കണം. ഞാൻ എവിടുന്ന് കസ്ർ മാത്രമായി നമസ്കരിച്ചോ അവിടെ കസ്ർ മാത്രമാക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ആയിരിക്കണം നമ്മളെ ഹജ്ജ്. ഹജ്ജ് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ള, ഇപ്പൊ ഹജ്ജിന്റെ മാസാണ്, ആളിങ്ങനെ പോവുകയാണ് ഹജ്ജിന്. മനസ്സിലെന്താള്? ശിർക്കിന്റെ കൂമ്പാരം. ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ അല്ലേ മക്കാമിൽ പോയി ഏൽപ്പിക്കാന്ന്, ഞാൻ വരുന്നവരെയുള്ള കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാന്ന് ഞാൻ പോകുന്നത്, ബാക്കി നിങ്ങൾ നോക്കണം. ഇനി ഹറമിൽ വല്ല തീപിടുത്തോ കാര്യം ഉണ്ടായി നിൽക്കുക, ഒരു ഉദാഹരണം പറയാ, അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ പിന്നെ നാട്ടിലെ മക്കാമിലേക്ക് അന്ന് പൈസ നീർച്ചാക്കല്, അവിടെ തീപിടുത്തം ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് നാട്ടിലെ മക്കാമിൽ ഉണ്ടക്കൊട്ടിയിൽ അന്ന് പൈസ നേർച്ചയാക്കുന്നത്. ഈ വിശ്വാസമായിട്ട് വെറുതെ പോവല്ലാണ്ട്
നയാ പൈസന്റെ ഉപകാരം ആ ഹജ്ജ് കൊണ്ട് കിട്ടുകയില്ല. കാരണം ശിർക്കുള്ളവന്റെ ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കയില്ല. മുഹമ്മദ് നബിയോട് അല്ലാഹ് പറഞ്ഞത് എന്താ? നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. ആരോട്? മുഹമ്മദ് നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അതാ. ശിർക്കിന്റെ എന്തെങ്കിലും അംശം, അതിന്റെ ലാഞ്ചനകൾ, അതിന്റെ പൊടികൾ, അതിന്റെ തരിമ്പുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അംശം നിന്റെ കൽബിലുണ്ടെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം വെറുതെ പോയത് തന്നെയാണ്. ഒരു നയാ പൈസന്റെ ഉപകാരം കിട്ടാൻ പോകുന്നില്ല. അത് ഇസ്ലാമിന്റെ നിബന്ധനയാണ്. ഈമാനിന്റെ അഖീദയുടെ തൗഹീദ് അതിന് നിബന്ധനയാണ്. അത് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഞാനെങ്ങനെ നമസ്കരിച്ചോ അതുപോലെ ആയിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നുവോ ഇതേപോലെ ചെയ്യണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ട് നമ്മളടുത്ത് വേറെ പ്രത്യേക സർക്കുലറൊന്നുമില്ല. നമ്മളെ വകയായിട്ട് ഇത് പറയാൻ അതിന് സംഘടിതമായ ഒരു ശൈലി വേണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ ചെയ്ത മാതിരി, ഒരു മദ്ഹബ് പറഞ്ഞ മാതിരി, മറ്റേ ഇമാമ് പറഞ്ഞ മാതിരി, ഈ ഇമാമ് പറഞ്ഞ പോലെ പരിപാടിയില്ല. വലിയ ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പരലോകവുമായി ബന്ധപ്പെട്ട കാര്യം റസൂലുള്ളാഹി വിശദീകരിച്ചു. അത് നമ്മൾ അപ്പടി വിശ്വസിക്കണം. കാരണം എന്താ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. എല്ലാ അമ്പിയാക്കന്മാരെയും കൊണ്ടുവരപ്പെടും. കൂട്ടത്തിൽ നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൊണ്ടുവരപ്പെടും. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നൂഹ് നബിയോട്, ഹൽ ബല്ലഗ്ത, നീ റിസാലത്ത് പ്രബോധനം ചെയ്തിട്ടുണ്ടോ? ഞാൻ നിന്നെ ഏൽപ്പിച്ച റിസാലത്ത് നീ പ്രബോധനം ചെയ്തിട്ടുണ്ടോ? ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ചോദ്യം. ഖാല നഅം, അദ്ദേഹം പറയും അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മത്തികളെ വിളിക്കും, അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ. എന്നിട്ട് ചോദിക്കും, ഹൽ ബല്ലഗക്കും, ഇവൻ നിങ്ങൾക്ക് ദഅവത്ത് നടത്തിയിട്ടുണ്ടോ? ഇവൻ നിങ്ങൾക്ക് ഈ ദീനിയായ മതപരമായ കാര്യങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവരെന്താ പറയല്? എന്താ പറയാ? ലാ മാ ജാഅനാ മിൻ നദീർ. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. മാ ജാഅനാ മിൻ നദീർ, ഞങ്ങൾക്കൊരു താക്കീതുകാരനും വന്നിട്ടില്ല, ഞങ്ങളെ ആരും നന്നാക്കാൻ വന്നിട്ടില്ല. 950 കൊല്ലമാണ് ഇദ്ദേഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയത്. ആ ജനങ്ങൾ പരലോകത്ത് എത്തിങ്ങിട്ട് പറയാന്ന്, ആരും വന്നില്ല, നമ്മളാരെയും കണ്ടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് ചോദിക്കുകയാണ്, മൻ ഷഹിദ ലക, ഇനി ആരാണ് നിനക്ക് സാക്ഷി? ഇനി അള്ളാഹ്ക്ക് അറിയിച്ചല്ല, അള്ളാഹ്ക്ക് അറിയാലോ. നൂഹ് നബിനെ അള്ളല്ലേ അയച്ചത്. നൂഹ് നബി പ്രബോധനം നടത്തിയ കാര്യം അള്ളാഹ്ക്ക് അറിയില്ലേ? എല്ലാം അറിയുന്നതല്ലേ അള്ളാഹു. പക്ഷേ ഇത് കൃത്യമായി സമുദായത്തെ കൊണ്ട് ബോധ്യപ്പെടുത്തണം. അള്ളാഹു നൂഹ് നബിയോട് ചോദിക്കുകയാണ്, ഇനി ആരുണ്ട് സാക്ഷി? നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, എന്റെ പിൻഗാമിയായി ലോകത്ത് വന്ന മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഉണ്ട് അതിന് സാക്ഷി എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫശഹിദ അന്നഹു ഖദ് ബല്ലഗ ഫനശ്ഹദു അന്നഹു ഖദ് ബല്ലഗ, നമ്മളെ വിളിക്കും, നബിയായി നമ്മളെ വിളിക്കും, നമ്മൾ സാക്ഷ്യം വഹിക്കും, കൃത്യമാണ്, സത്യമാണ്. 950 വർഷക്കാലത്തോളം ഈ പ്രവാചകൻ അവരിൽ ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കും. നമ്മൾ സാക്ഷ്യം വഹിക്കും. ആ ആയത്ത് എവിടെയാ ഉള്ളത്? പിന്നീട് ആയത്താ റസൂലുള്ള ഓതുന്നത്. പിന്നീട് റസൂലുള്ള വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങളെ നമ്മൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നിങ്ങളെ നമ്മൾ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുവാനാണ് എന്ന ആയത്താണ് പിന്നീട് മുഹമ്മദ് റസൂലുള്ളാഹി ഓതുന്നത്. ഇതിന്റെ അർത്ഥം സാക്ഷി പറയും എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്.
അതിന്റെ സന്ദർഭം ബാക്കി ഹദീസിലാണ് കിടക്കുന്നത്. ഈ പറഞ്ഞ മുൻപ് പറഞ്ഞൊന്നും ആയത്തല്ല, അതൊക്കെ ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നൂഹ് നബിയുടെ സംഭവം എന്ന് പരലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇതാ ഞാൻ പറഞ്ഞ ആഖിറത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹ് വിശദീകരണം നൽകിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞല്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നത് പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരനും മുന്നറിയിപ്പുകാരനും മാത്രമാണ്. എൻ്റെ വക പറയുകയല്ല, വഹി പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് അഹ്ഖാഫിലെ 9-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോ വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ റസൂലുള്ളാഹി പറഞ്ഞ വിശദീകരണ വ്യാഖ്യാനമാണ് സുന്നത്ത് അഥവാ നബിചര്യ. ആ നബിചര്യ കൊണ്ടാണ് രണ്ടാമതായി ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രാവർത്തിക രൂപം, ആ ആരാധനകളുടെ കൈഫിയത്ത്, അതിൻ്റെ വിശദീകരണം, അത് നടപ്പിൽ വരുത്തേണ്ടത്, അത് വ്യാഖ്യാനിച്ച് അനുഷ്ഠിച്ച് ആചരിച്ച് മുന്നോട്ട് പോവേണ്ടത് നബിചര്യയിലൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഖുർആൻ കൊണ്ടെന്ന് പറഞ്ഞു, ഈ ആഴ്ച ഖുർആനിനെ നബിചര്യ കൊണ്ട് എന്നും പറഞ്ഞു. ഇനി അവശേഷിക്കുന്നത് സ്വഹാബത്തിന്റെ അഖ്വാലുകൾ. കാരണം അവരാണ് ഖുർആൻ നബിയിൽ നിന്ന് ആദ്യമായി കേട്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.